സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുറഞ്ഞു. 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിലും ആവശ്യകതയിലും കുറവുണ്ടായി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് നേരിയ കുറവുണ്ടായതോടെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവ് രേഖപ്പെടുത്തി. 5482 മെഗാവാട്ടായിരുന്നു വൈദ്യുതി ആവശ്യകത. ശനിയാഴ്ച ഇത് 5754 മെഗാവാട്ടായിരുന്നു. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഫലപ്രദമാകുന്നതാണോ, ഇന്നലെ അവധി ദിവസമായിരുന്നതാണോ ഉപയോഗം കുറയാൻ കാരണമെന്ന് KSEB പരിശോധിക്കും. ഇതിനായി KSEB ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. രാത്രി 10 മണിക്ക് ശേഷമുള്ള വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നാൽ മാത്രമേ പ്രതിസന്ധിക്ക് അയവുണ്ടാകൂ എന്നാണ് KSEBയുടെ നിലപാട്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലെ രാത്രികാല ഷിഫ്റ്റ് ഒഴിവാക്കാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗം കുറഞ്ഞാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയ്ക്കാനും KSEB ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ശ്രീരാജ് കാലിക്കട്ട് ചോദിക്കുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ. ചൂടിനൊരു രക്ഷയുമില്ല, മഴ അടുത്ത് വരുമോ? കൃത്രിമമായ പെയ്ച്ചൂടും ചോദിക്കുന്നു. സലാം പറയുകയാണ്, കേരളത്തിൽ ക്ലൗഡ് സീഡിംഗ് കൊണ്ടുവരേണ്ടി വരും, എന്നാലേ ഭൂമി തണുക്കൂ. ഇപ്പോൾ ഈ ക്ലൗഡ് സീഡിങ്ങും കൃത്രിമമഴയ്ക്കും കേരളത്തിലെ കുറച്ച് വിശാലമായ ഭൂപ്രകൃതിയിൽ പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെയാണല്ലോ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒന്നുകൂടെ ക്ഷമിക്കാം. എന്തായാലും വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ടതല്ലാത്ത അത്യാവശ്യം നീണ്ടു നിൽക്കുന്ന വേനൽ മഴ ഉണ്ടാകും എന്നൊക്കെയാണല്ലോ കാലാവസ്ഥാ പ്രവചനം. നമുക്ക് കാത്തിരിക്കാമെന്നേ.